നമസ്കാരം. മേയർ വിവാദം വീണ്ടും കൊഴുത്തു വരികയാണ്. കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. മെമ്മറി കാർഡ് എവിടെ പോയി എന്നുള്ളതാണ് അറിയേണ്ടത്. വലിയ കക്ഷികളൊക്കെയാണല്ലോ ഇതിനകത്ത് പ്രധാന പങ്കാളി. മേയറും ഭർത്താവ് ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവ്, അതിൻ്റെ പിന്നാലെ നമ്മുടെ DYFIയുടെ ആഗോള പ്രതിനിധി, ആഗോള പ്രസിഡന്റ് എന്ന് പറയാം, AA റഹീമും AA റഹീമും കൂടെ ചേർന്ന് വന്നിരിക്കുകയാണ്. കണ്ടക്ടർ ആദ്യം ആരെയാണ് വിളിച്ചത്? AA റഹീമിനെയാണ് വിളിച്ചത്. ബസ്സിലുള്ള മുഴുവൻ കാര്യങ്ങളും അറിയേണ്ടത് മെമ്മറി കാർഡ് വഴിയാണ്. അപ്പോൾ ഈ മെമ്മറി കാർഡ് എവിടെ പോയി എന്നുള്ളതാണ് ഇനിയിപ്പോൾ പോലീസിൻ്റെ അന്വേഷണം. ഈ മെമ്മറി കാർഡ് ആര് മുക്കി? അതോ കരമനയാറ്റിൽ കളഞ്ഞോ? എന്തായാലും ഇത് കിട്ടിക്കഴിയുമ്പോൾ മേയറും അതുപോലെ തന്നെ സച്ചിൻ ദേവും ഒക്കെ തന്നെ പിടിയിലാകാൻ, എന്തിന് റഹീം വരെ അകത്താകാനുള്ള സകല സാധ്യതയുമുണ്ട്. ഇത് മേയർ ആസൂത്രണം ചെയ്തത് തന്നെയാണ്. മെമ്മറി കാർഡ് ഒളിപ്പിച്ചതും അതുപോലെ തന്നെ മറ്റു പല ആസൂത്രണവും ഇപ്പോൾ കണ്ടക്ടറെ ചോദ്യം ചെയ്യുന്നു. ഇനിയിപ്പോൾ കണ്ടക്ടറുടെ തലയിലേക്കായിരിക്കും ഇത് മൊത്തം വരാൻ പോകുന്നത്. കാരണം മേയർക്കും സച്ചിൻ ദേവിനും AA റഹീമിനും രക്ഷപ്പെടണമല്ലോ. അതിന് പാവം പിടിച്ച കണ്ടക്ടറെ തന്നെ ബലിയാടാക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഇത്തരത്തിലുള്ള ഒരു കുതന്ത്രം മുഴുവൻ ആവിഷ്കരിച്ചിരിക്കുന്നത് മേയർ തന്നെയായിരിക്കും. മേയറാണല്ലോ മുമ്പും പലതരത്തിലുള്ള കുതന്ത്രങ്ങളും ഒക്കെ നഗരസഭയിൽ കാണിച്ചിട്ടുള്ളത്. ഈ മേയർ അധികാരത്തിൽ വന്നപ്പോൾ പലരും പറഞ്ഞു പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് നടക്കാൻ പോകുന്നതെന്ന്. അത് തുടക്ക സമയത്തൊക്കെ പിൻസീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മേയർ കാര്യങ്ങളൊക്കെ മനസ്സിലായി, കുതന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കി, ഏതു തരത്തിലും വെട്ടിപ്പ് നടത്തുന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലായി. പിന്നിൽ സച്ചിൻ ദേവും കൂടിയുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ എളുപ്പമായി കഴിഞ്ഞു. ഇപ്പോൾ പിൻസീറ്റിലല്ല, മുൻ സീറ്റിൽ തന്നെ മേയറും സച്ചിൻ ദേവും കൂടി ഇരുന്ന് തന്നെ ഡ്രൈവ് ചെയ്യുകയാണ്. മുൻകാല കഥകൾ നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ മേരി ജോർജ് പറയുന്ന ഈ വാക്കുകൾ നമ്മളൊന്ന് കേട്ടു നോക്കൂ. മേയറുടെ പഴയകാല തട്ടിപ്പ് കഥകളെല്ലാം തന്നെ അങ്ങനെ പുറത്തു വരികയാണ്. മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ടാണ് അദ്ദേഹം ആദരണീയനായി തീരേണ്ടത്. അതുപോലെ തന്നെ ഒരു മേയറാണെങ്കിലും കർമ്മം കൊണ്ടാണ് എല്ലാവരും അറിയുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടത്. അതല്ലാതെ മേയർ എന്ന പദവിയെ ആർക്ക് ആണ് ആദരവ് തോന്നേണ്ടത്? ആർക്കും തോന്നേണ്ട കാര്യമില്ല. ഈ കുട്ടി, അതായത് ഈ ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ മേയർ പദവി ഏറ്റെടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ, ലോകത്തിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെയുള്ള ഖ്യാതി. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് സന്തോഷമായിട്ട് തോന്നി. പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് വലിയ ആശങ്ക തോന്നിയിരുന്നു. കാരണം നമ്മളൊക്കെ ഇത്രയധികം ജീവിത അനുഭവം കൊണ്ടും ഒക്കെ പഠിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് തിരിച്ചറിവുകളുണ്ട്. ഇതൊന്നും ഈ കുട്ടിക്കായിട്ടില്ല. അതായത് വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കോർപ്പറേഷനാണ് എന്ന് തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റി IIM അഹമ്മദാബാദുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഠനം നടത്തിയിട്ടുണ്ട് ഞാൻ. ആ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ് ഇവിടുത്തെ ഈ എന്താണ് പറയുക, ഈ മാലിന്യ പ്രശ്നങ്ങൾ, അതായത് വിളപ്പിൽശാല മാലിന്യ സംസ്കരണ കേന്ദ്രമൊക്കെ പ്രതിസന്ധിയിലായിരുന്ന കാലഘട്ടത്തിലാണ് ആ പഠനം നടത്തിയത്. ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ ഈ കോർപ്പറേഷനുണ്ട്. അങ്ങനെ എപ്പോഴും പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനെ ഈ ഒരു കുട്ടി എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ അത്ര മിടുക്കുകയാണെങ്കിൽ ആ മിടുക്ക് തെളിയിച്ച് അവർ മുൻപോട്ട് വരും എന്ന് തന്നെ കരുതി. നമുക്ക് മനസ്സിലായി പിൽക്കാലത്ത് മിടുക്കുകൊണ്ടല്ല ആ പദവിയിൽ എത്തിയത്, ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരാളെ ആ പദവിയിൽ എത്തിച്ചത് എന്ന്. കാരണം എവിടെയെങ്കിലും ഒപ്പിടാൻ പറയുമ്പോൾ ഒപ്പിടുക എന്ന ഒരു കർത്തവ്യം മാണ് ചെയ്യേണ്ടത്. അതാണല്ലോ അന്ന് സ്വജന പക്ഷപാതത്തിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗാർത്ഥികൾ, അതായത് CPMൻ്റെ ആൾക്കാരെ ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞൊക്കെ ഒരു ലെറ്റർ കൊടുത്തതും ഒക്കെ. അത് ഞാനല്ല, എൻ്റെ ഒപ്പാണ്, പക്ഷേ ഈ കാര്യങ്ങൾ എഴുതിയിരിക്കണമെന്ന് ഞാനല്ല എന്നൊക്കെ പറഞ്ഞുള്ള അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്നത് പോലെ ചിലർ ആവശ്യപ്പെടുന്നു ഇന്ന അടുത്ത് സൈൻ ചെയ്യാൻ, അവിടെ സൈൻ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ സൈൻ ചെയ്യുന്നവർക്ക്
ഇപ്പോൾ ഞാൻ അന്നേരം ഓർക്കാറുണ്ട്, പ്രശാന്തിനെ പോലെയുള്ള ഒരാളാണ് മേയറായിട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ മേയറായിരുന്ന, തിരുവനന്തപുരത്ത് മേയറായിരുന്ന LDFൻ്റെ തന്നെ പ്രശാന്തിനെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മേയറെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് മെയ് 1 എത്തിയില്ല, തലേന്ന് രാത്രിയിൽ നമ്മൾ കാണുന്നത്. കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നു. വലിയ പ്രതിസന്ധി, അതായത് ബസ്സിൻ്റെ മുൻപിലേക്ക് കാറ് കൊണ്ട് നിർത്തി കാർ ഡ്രൈവറോട് പിന്നെ ആക്രോശിക്കുന്നതും ഒക്കെ കേൾക്കുന്നൊരവസ്ഥ. അപ്പം പിറ്റേ ദിവസം അവർ ഓഫീസിലെ മേയറുടെ ആസ്ഥാനത്തിരുന്ന് കരയുന്ന ഒരു ചിത്രവും കൂടി പിറ്റേ ദിവസം, അതായത് അവരെ അവഹേളിക്കുന്നു, അപമാനിക്കുന്നു, അവർക്കെതിരെ ട്രോൾ വരുന്നു, അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞാണ്. അപ്പോഴൊക്കെ എല്ലാവരുടെയും, അതായത് കണ്ണീര് കൊണ്ട് ആരെയെങ്കിലും വീഴ്ത്താമെന്ന് സ്ത്രീകൾ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷേ എല്ലാവരും എല്ലായിടത്തും വീഴില്ലല്ലോ. കണ്ണീര് എവിടെ നിന്ന് വരുന്നു, ഏത് കോണ്ടെക്സ്റ്റിൽ എന്ന് അറിയുമ്പോഴാണ് നമുക്ക് സഹതാപം തോന്നുക. പക്ഷേ അനർഹമായി വെറുതെ കണ്ണീർ പൊഴിക്കാനും സ്ത്രീകൾക്ക് ഒരുപക്ഷെ കഴിയുമായിരിക്കും. അതായിരിക്കാം അവിടെ കണ്ടത്. എന്തായാലും ആര്യ രാജേന്ദ്രൻ്റെ കൂടെ നിൽക്കുന്നവർ വളരെ ചുരുക്കം. പാർട്ടിക്കാർ പോലും ഉള്ളുകൊണ്ട് അവരുടെ കൂടെ കാണില്ല. കാരണം അവർ ഒരു കാരണവശാലും അവരുടെ പദവിയിലിരുന്നുകൊണ്ട് ചെയ്യാമായിരുന്ന കാര്യങ്ങളോ പറയാമായിരുന്ന വാക്കുകളല്ലോ അല്ല അവർ ഉപയോഗിച്ചത്.